റൂമൊക്കെ പൂട്ടി എങ്ങോട്ടേക്കായിരിക്കും എന്നല്ലേ. പതിവ് പോലെ ഈ ഞായറാഴ്ചയും ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് വരുന്നത് നമ്മുടെ കലൂർ IMA ഹൗസിലാണ്. അപ്പോൾ നേരെ തന്നെ ബസ്സൊക്കെ പിടിച്ച് ഓട്ടോയും പിടിച്ച് നേരെ തന്നെ ഇതാ നമ്മുടെ IMA ഹൗസിലെത്തിയിട്ടുണ്ട്. 10 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. ഞാനൊരു 9:50 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഗ്രീൻ റൂം അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ വാഷ്റൂമിൽ തന്നെയാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായ ശേഷം നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ 4 പേരുടെ വർക്കാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മുസ്ലിം വെഡ്ഡിങ് റിസപ്ഷനാണ്. ഗസലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ജ്യൂസ് റെഡിയായി. അപ്പോൾ നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോയി. അതിനുശേഷം ഫംഗ്ഷൻ സ്റ്റാർട്ടായി. ഫോട്ടോ സെക്ഷനൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പതിവ് പോലെ ഇന്നും മട്ടൻ ബിരിയാണി തന്നെയായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ച ശേഷം എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നേരെ തന്നെ നമ്മൾ ലിഫ്റ്റ് കയറി നമ്മൾ താഴേക്ക് പോയി. അവർക്ക് വണ്ടിയിലാണ് വന്നത്. 2 വീലർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 2 വീലറിൽ പോയി. ഞാൻ വീണ്ടും ഓട്ടോ പിടിച്ച് നമ്മുടെ JLN സ്റ്റേഡിയം എത്തി. പിന്നെയാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ IMA ഹൗസിൽ നിന്നും JLN സ്റ്റേഡിയം വരെ ഊബറിൽ പോയാൽ 80 രൂപയും അല്ലാതെ ഓട്ടോ പിടിക്കുകയാണെങ്കിൽ 40 രൂപയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 30 രൂപയ്ക്ക് കളമശ്ശേരിയിലേക്ക് ഒരു ടിക്കറ്റും എടുത്തു. കലൂരിൽ നിന്ന് നമുക്ക് കളമശ്ശേരിയിലേക്കോ ആലുവയിലേക്കോ പോകാൻ മെട്രോ പോകുന്നതായിരിക്കും സുഖം. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് ഈ ഒരു ചൂടത്ത് വെയിലത്ത് നല്ല മുഷിഞ്ഞായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. ഞാനപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ എറണാകുളത്താണ് കിട്ടാറെങ്കിൽ ഇങ്ങനെ മെട്രോയിലായിരിക്കും വരിക. അങ്ങനെ കളമശ്ശേരി സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും ഊബർ എടുക്കുവാണ്. ഊബറിലാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്താൻ. അങ്ങനെ അത്രയും ക്ഷീണിച്ച് ഹോസ്റ്റലിലെത്തി റൂം തുറന്ന് റൂം കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ഇനി സുഖമായി അങ്ങ് കിടക്കാം. അപ്പം അത്രയേ ഉള്ളൂ.